ഹലോ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ലേ, നമ്മളെ അടുത്ത വീട്ടിലത്തെ ഇല്ലം കൊല്ലംപാറ സ്വാമിയിലെ ഇല്ലം എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ ആ വീട് ആ ഇല്ലം ഇല്ലെന്നാണ് പറയല്. ബ്രാഹ്മിൺസ് കുടുംബത്തിന് മുള്ളേരിയ കർണാടക അതിർത്തിയാണ് ഞാൻ ജനിച്ചു വളർന്ന നാട്. അപ്പോൾ ആ വീട് ഇപ്പോഴും അതുപോലെ അവർ കാത്തു സംരക്ഷിക്കുന്നുണ്ട്. അടുത്ത ഇളയ സന്തതി കുഞ്ഞണ്ണൻ, ഇളയ കുഞ്ഞണ്ണൻ, നാരായണൻ കുഞ്ഞണ്ണൻ, അത് അങ്ങോട്ട് അണ്ണൻ എന്ന് പറയുന്നത് ഏട്ടനെയാണ്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഇപ്പോഴും. അപ്പോൾ എൻ്റെ സഹോദരങ്ങൾ പോയിട്ടാകുമ്പോൾ എനിക്ക് ഫോട്ടോ അയച്ചു തന്നെ അവരെല്ലാം നിന്നിട്ട് എനിക്ക് പോയിട്ട് വീഡിയോയിൽ എടുക്കണം. എനിക്ക് എന്താ പറയുക, ആടെ ഇൻ്റർലോക്ക് വരെ ആ പഴയ തന്നെ എൻ്റെ കാലല്ല, ഞാൻ പറയും മറ്റേതല്ലോ, എൻ്റെ കാൽ പതിഞ്ഞ ആ മണ്ണും ആ ഒരു ഇത് കെട്ടില്ലേ, മുറ്റത്തിന് ഇങ്ങനെ കിട്ടുന്നില്ലേ കല്ല്, ആ വരി, അതും ഞാൻ അതിൽ ഓടിച്ച് പോയ വഴിയും തോട്ടത്തിലേക്ക് പോയതും പിന്നെ നമ്മൾ 2-3 ദിവസത്തേക്ക് ഒരിക്കൽ മോരിനും പാലിനും പോകുന്നതും വിശേഷ അവസരങ്ങളിൽ മധുരപലഹാരങ്ങൾക്ക് അവിടെ നിൽക്കുന്നത് അവർ ആ സന്തോഷത്തോടെ അടുത്ത അക്കെന്ന് പറയും. കൊല്ലംപാറ സ്വാമീൻ്റെ ഭാര്യ അക്കെന്നാന്ന് പറയല്. അക്കെന്ന് നമ്മളെല്ലാം പറയുന്നു. അവിടെ നിൽക്കുന്നതും സന്തോഷത്തോടെ തരുന്നതും എല്ലാം എൻ്റെ മനസ്സിലിങ്ങനെ കാണുന്നത്. എനിക്കിനി പോകണം. അപ്പോൾ പിന്നെ 50 വർഷം മുമ്പേ ഈ ചാണകത്തിൻ്റെ ഗ്യാസില്ലേ, ചാണകത്തിൽ കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാസ്, പാചകവാതകം ആദ്യമായിട്ട് 50 വർഷം മുമ്പേ എന്ന് പറയുമ്പോൾ നോക്ക്. അത് ഞാൻ അവിടെ നിന്നിട്ട് ആ പണിയുമ്പോൾ എല്ലാം പാലിന് പോയിട്ടാകുമ്പോൾ അവിടെ നിന്നിട്ട് നോക്കും. ഇങ്ങനെ ഒരു സാധനം, ഒരു അണ്ട പോലത്തെ സാധനം അതിലേക്ക് ആ ചാണക വെള്ളം ഇങ്ങനെ കലക്കിയിട്ട് ഒന്നിലേക്ക് പോകും. കുറേ പശുക്കളെല്ലാം ഉണ്ടാവും അതിലത്തെ. ഇപ്പോൾ അതെല്ലാം വേണം തോന്നല്ല വീട്ടിൽ. ഇപ്പോൾ പശുവിൻ്റെ അടുത്ത് ഉണ്ടോയെന്ന് അറിയില്ല എനിക്ക്. അതെല്ലാം ഉണ്ടായതും പിന്നെ ഞങ്ങൾ പുല്ലിന് തോട്ടത്തിലേക്ക് പോകുന്നതും അതിൽ ഓടിയിട്ട് എന്നിട്ട് ചാമ്പങ്ങ പറിച്ചിട്ട് കട്ടിച്ച് തിന്നുന്നതും. കമല ഇല്ല ഇപ്പോൾ, അവൾക്ക് ഒരു 10ാം ക്ലാസ്സിൽ എന്താണെന്ന് വെച്ചാൽ പഠിച്ചതും ബന്ധുവായിരുന്നു. അവള് ഈ ലോകത്തില്ലായിരുന്നു. ഷുഗർ അപ്പോളേ പിടിച്ചിട്ട് ഉറപ്പൊന്നുമില്ല. എല്ലാം കാണാൻ അവിടെ ഇരിക്കുമ്പോൾ മൂലക്ക് അവിടെ കുത്തിയിരിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഓർമ്മിക്കാൻ കഴിയുമല്ലോ, മനസ്സിലേക്ക് വരുമല്ലോ അവിടെ ഉണ്ടായപ്പേനെ എല്ലാവരെയും. പിന്നെന്താ പറയുക, ഒരു 10 വർഷം, ഒരു 5-6 വർഷം, ഒരു 55 വർഷം മുമ്പേ ആ വീടുണ്ട്. അപ്പോൾ പിന്നെയും 10 വർഷം മുമ്പേക്ക് അത് കിട്ടിയത്. അത് ഭയങ്കര വാസ്തുവായിരിക്കും കേട്ടോ. ഇപ്പോഴും അത് പൊളിക്കാൻ പറ്റാതെ ആ വീട്ടിൽ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ പൂർവികന്മാരെ അനുഗ്രഹം അവർക്ക് കിട്ടുന്നുണ്ടാവും. അവരെ ഞാൻ എന്ത് പറയണ്ടേ, പൊളിക്കാതെ വെച്ചതിന് അവരെ ഞാൻ എന്ത് പറയണ്ടേ, മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നു. ഇപ്പോഴും അവർക്ക് അവിടെ പറ്റുന്ന ആ സന്തോഷം. അനുഗ്രഹം ഇല്ലെങ്കിൽ അങ്ങനെ പറ്റില്ലല്ലോ. എല്ലാവരും ഇപ്പോൾ അങ്ങനെ എനിക്കൊന്നും കാണുന്നില്ല എപ്പോഴും പഴയ വീടില്ലത്. അതിനിപ്പോൾ എനിക്കൊരു വീഡിയോയിലും പോയിട്ട് എടുക്കണം. കാരണം ഞാനവിടെ ഇരുന്ന സ്ഥലം, ഞാനവിടെ വഴിക്ക് 3 വഴി ഉണ്ടായിരുന്നു. ഒന്ന് കള എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടവഴി, അതിലേ ഓടിച്ചെല്ലാം പോകുന്നത്. ഞാൻ ആ വീഡിയോ എടുത്തിട്ട് അയക്കാം. ഞാനില്ലേ ഇപ്പോൾ ഇങ്ങനത്തെ എല്ലാം വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കൊന്നും ഇതെല്ലാം എന്തിനു പറയുന്നതെന്ന്. ഇതിന് പ്രായമാണ്, നമുക്ക് ഇങ്ങനത്തെ വീഡിയോയെല്ലാം എനിക്കെല്ലാം കിട്ടും. വേറൊന്നും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനത്തെ എല്ലാം ഒറിജിനലായിട്ട്. പക്ഷേ ആ ഒറിജിനൽ കണ്ടൻറ്റ് ഇട്ടത് കൊണ്ടാണ് എനിക്ക് ഒരു വർഷത്തിൽ തന്നെ CM ടൂൾസ് എല്ലാം കിട്ടിയതും. ഇപ്പോൾ എന്ത് പറയണ്ടേ, വെറുതെ അല്ല, എനിക്കിപ്പോൾ കുറച്ച് അതിൻ്റെ മെച്ചമെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അനുഗ്രഹവും സപ്പോർട്ടെല്ലാം വേണം. ഞാൻ പറഞ്ഞത് അറിയോ, ഞങ്ങൾക്ക് രണ്ടാൾക്കും പ്രായമായിക്കൊണ്ട് വരുന്നത്. ഹസ്ബൻഡിന് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സുഖമില്ലാതാണ്. പിന്നെ ഞങ്ങളത് ഇങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ തന്നെ സപ്പോർട്ടും ലൈക്കെല്ലാം തന്നെ. നിങ്ങൾ അല്ലെങ്കിൽ എനിക്കറിയും നിങ്ങൾ ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ലൈക്കും കമൻറ്റും സന്തോഷത്തോടെ സൂപ്പർ നല്ല എന്നിട്ട് അയക്കുന്നതെന്ന് എനിക്കറിയാം. വന്നാലും സാരമില്ല, എനിക്ക് എപ്പോഴും അയച്ചുകൊണ്ടിരിക്കണം.